അപ്രൂവലിന് വേണ്ടി ചെയ്തതാണെങ്കിലും പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് വളരെ ഉപകാരപ്പെട്ടതായിട്ടാണ് എനിക്ക് തോന്നിയത്. എൻ്റെ പേര് ദിൻകർ, ഒറ്റപ്പാലം അടുത്ത മനശ്ശേരിയാണ് സ്ഥലം. അപ്പോൾ ഞങ്ങൾ 2020 ഈ സ്ഥലം വാങ്ങുന്നത്. സ്ഥലം വാങ്ങിയ ഉടനെ വീട് മേടിക്കാൻ വേണ്ടി ഒരു കിണർ പണിതു. ആ കിണർ പണിതാണ് ഇവിടെ. ആ കിണറിൽ വെള്ളം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ അതിനുശേഷം വെള്ളത്തിന് മഴക്കാലമായാലും ശരി വേനൽക്കാലമായാലും ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കും. അത് ഉയർന്നില്ല, ലെവൽ കൂടുന്നില്ല, കുറയുന്നില്ല. അങ്ങനെ ഞങ്ങൾ എൻ്റെ വീട് പണി നടക്കേണ്ട ആവശ്യം കൊണ്ട് വേറൊരു കുഴൽക്കിണർ കുത്തി ബോർ കുത്തി ഇഷ്ടം പോലെ വെള്ളം. അതിന് വെള്ളത്തിന് ചുവയൊക്കെ ഉണ്ട്, എന്നാലും ബോർവെല്ലിൻ്റെ ക്വാളിറ്റിയൊക്കെ തന്നെ ഉള്ളൂ. വെള്ള പണിയൊക്കെ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു പഞ്ചായത്തിൻ്റെ അനുമതിക്ക് വേണ്ടി ഞങ്ങളൊരു കളക്ഷൻ ടാങ്ക്, അതിനൊരു വാട്ടർ ഹാർവെസ്റ്റിംഗ് ടാങ്കിൻ്റെ ആവശ്യമായിട്ട് വന്നിരുന്നു. ഞങ്ങളത് നോക്കിയില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ആരും കുറ്റം പറയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഉടനെ ഒരു ഹാർവെസ്റ്റിംഗ് അല്ല എന്താണെന്ന് പറയുക റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ടാങ്ക് കുഴിച്ചു. ജസ്റ്റ് കുഴിച്ചിട്ടേ ഉള്ളൂ. ഇതിനൊരു 7 അടി അല്ലെങ്കിൽ 6 അടി അതിൽ കൂടുതലില്ല. പക്ഷേ ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ എല്ലാ വെള്ളവും ഇതിലൊന്ന് കളക്റ്റായി. കഴിഞ്ഞ കൊല്ലം മുതൽ കഴിഞ്ഞ മഴയ്ക്ക് കഴിഞ്ഞ 2024 മൺസൂൺ മുതൽ നമുക്ക് വെള്ളം ഇതിൽ മഴ പെയ്യുന്നു, ഇതിൽ വെള്ളം കളക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ഡേ ഇതിൽ വെള്ളം കൂടും. അതിൻ്റെ രീതിയിലുള്ള ഫിൽട്രേഷൻ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് അവിടെ വെള്ളം ഉണ്ടാവും. വെള്ളം കൂടാൻ തുടങ്ങി. ഓരോ മഴയ്ക്കും നമുക്ക് അതിൻ്റെ വ്യത്യാസം, അതിൻ്റെ അഡ്വാൻറ്റേജ്, അതിന് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്തത് നമ്മുടെ ഇതിന് റീചാർജ് ചെയ്യാൻ തുടങ്ങി. വളരെ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നി. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു അപ്രൂവലിന് വേണ്ടി ചെയ്തതാണെങ്കിലും പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് വളരെ ഉപകാരപ്പെട്ടതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി കൂടുതൽ അടുത്തത് ചെയ്യുന്നവരോട് ഇതുവരെ നമുക്ക് ഈ ടൈൽഡ് റൂഫിൽ നിന്നുള്ള വെള്ളമാണ് ഇങ്ങോട്ട് വരുന്നത്. നെക്സ്റ്റ് ഇനി അടുത്ത കുറച്ച് ഫ്ലാറ്റ് റൂഫ് ഉണ്ട്. ആ ഫ്ലാറ്റ് റൂഫിലെ വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ JB അസോസിയേഷനെ കോൺടാക്ട് ചെയ്തത്.